ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിലെ പൂളാടിക്കുന്ന് പാലം, കോരപ്പുഴ പാലം, വെങ്ങളം പാലം എന്നീ 3 പാലങ്ങളുടെ അപ്ഡേറ്റാണ് ഈ വീഡിയോ. മലാപ്പുറം മുതൽ മാളിക്കട വരെയുള്ള ഭാഗത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ 2 സൈഡിലും ടാറിംഗ് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ 2-3 ആഴ്ച മുന്നേ ഇവിടെ വീഡിയോ ചെയ്തപ്പോൾ ഒരു സൈഡിൽ മാസ്റ്റിക് പാഡ് വീച്ചിരുന്നു, മറ്റേ സൈഡിലെ മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും 2 സൈഡിലും ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സൈഡിൽ എക്സ്പാൻഷൻ ജോയിനിൻ്റെ വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. ഡിവൈഡറിലും സൈഡ് വാളിലുമൊക്കെ പെയിൻറ്റിങ് മുഴുവനാക്കാനുണ്ട്. അടുത്ത ദിവസങ്ങളിലായി സ്ട്രീറ്റ് ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ചു തുടങ്ങും. കോഴിക്കോട് ബൈപ്പാസിലെ ഫ്ലൈ ഓവറുകളിൽ വലിപ്പത്തിൽ 3-ാം സ്ഥാനത്താണ് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ. ഏറ്റവും വലുത് പാലായി, പിന്നെ വെങ്ങളം, അത് കഴിഞ്ഞ് 3-ാം സ്ഥാനത്താണ് ഈ കാണുന്ന പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ. ഈ ഫ്ലൈ ഓവറിൽ അവശേഷിക്കുന്നത് വടക്ക് ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ്. അതിവിടെ ബ്രിക്സ് വാൾ കെട്ടി മണ്ണിട്ട് ഉയർത്തുന്നുണ്ട്. താഴെ നിന്ന് നല്ല ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തി വരേണ്ടതുണ്ട്. അതിന് പ്രധാന കാരണം ഇവിടെ നല്ല ഹൈറ്റിൽ തന്നെയാണ് പാലം അവസാനിക്കുന്നത്. പൊതുവെ പാലത്തിൻ്റെ അവസാനത്തെ തൂണുകൾ അല്ലെങ്കിൽ ആദ്യത്തെ തൂണുകൾ ഹൈറ്റ് കുറഞ്ഞതായിരിക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അതിന് പ്രധാന കാരണം ഈ കുറ്റ്യാടി കോഴിക്കോട് സംസ്ഥാന പാത കടന്നു പോകുന്നത് ഏകദേശം പാലത്തിൻ്റെ ഒരറ്റത്തിൻ്റെ താഴത്തെ കൂടിയാണ്. കോരപ്പുഴ പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ് അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇനി കാണുന്ന 2 സ്പാനുകൾക്കിടയിൽ 5 ഗർഡറുകൾ മാത്രമാണ് ലോഞ്ച് ചെയ്യാനുള്ളത്. പിന്നെ തുടക്കത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് ഗർഡർ എടുത്ത് വെക്കുന്ന അവിടെ ഒരു ഗർഡർ കൂടി വെക്കാനുണ്ട്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ മുഴുവനായിട്ടുള്ള ഗർഡർ ലോഞ്ചിങ് അവസാനിച്ചിട്ടുണ്ടാവും. ഗർഡർ ലോഞ്ചിങ് അവസാനിക്കും മുന്നേ തന്നെ ബാക്കിയുള്ള വർക്കിലേക്ക് കടന്നിട്ടുണ്ട്. കോൺക്രീറ്റിന് മുന്നോടിയായുള്ള ഷട്ടറിംഗ് വർക്ക് ആരംഭിച്ച് കഴിഞ്ഞു. നേരത്തെ തന്നെ ഗർഡറുകൾക്കിടയിലുള്ള ജോയിൻറ്റുകളിൽ കോൺക്രീറ്റ് ചെയ്തിരുന്നു. രണ്ടാമത്തെ സൈഡിലെ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പില്ലറുകളുടെ കോൺക്രീറ്റ് വർക്കാണ് നടന്നു വരുന്നത് ഇപ്പോൾ.
അടുത്തതായി വെങ്ങളം എലവേറ്റഡ് ഹൈവേയിലേക്കാണ്. 2 ഫ്ലൈ ഓവറിൽ നേരത്തെ തന്നെ ടാറിങ് പൂർത്തിയായിട്ടുള്ളതാണ്. അവശേഷിക്കുന്നത് ഈ കാണുന്ന വടക്കേ ഭാഗത്തുള്ള അപ്രോച്ച് റോഡാണ്. പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ പോലെ തന്നെ രാമനാട്ടുകര, പന്തിരങ്കാവ്, പാലായി, തൊണ്ടയാട്, പൂളാടിക്കുന്ന്, വെങ്ങളം എന്നിങ്ങനെ 6 ഫ്ലൈ ഓവറുകളിൽ പൂളാടിക്കുന്നും വെങ്ങളവുമാണ് വാഹനങ്ങൾക്കായി കോഴിക്കോട് ബൈപ്പാസിൽ ഇനി തുറന്നു കൊടുക്കാനുള്ളത്. രണ്ട് പാലത്തിൻ്റെയും ഒരു സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ആ 2 പാലവും കൂടി തുറക്കുന്നതായിരിക്കും. വെങ്ങളം പാലത്തിൽ എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്കുകളും അവസാനിച്ചതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ബൈപ്പാസിലെ പുത്തൻ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.